കാലത്തെ എന്താ ഈ വഴിക്ക്? ഇത്തിരി സംസാരിക്കാനുണ്ട്. കാലത്തെനിക്ക് സമയമില്ല, വൈകിട്ടാട്ടെ. ഓ, വൈകിട്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവര് വിടുകയല്ല, വൈകും. ആര് വിടുകയല്ലെന്ന്? ഫിലിം ചേംബറുകാര്. ഫിലിം ചേംബറോ? നിനക്ക് എന്നാ ഫിലിം ചേംബറിൽ കാര്യം? ഞാനല്ലയോ മേരി മാതായുടെ ഓണർ. നീ പോടാ ചെറുക്ക. എന്നാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. നീ ചേംബറിൽ പോയിട്ട് വാ. ചുമ്മാ സസ്പെൻസ് ഇടല്ലേ മീനുക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു ജോത്സ്യരെ കണ്ടു. പേര് നാളും പറഞ്ഞ് നിന്റെ പേരിൽ ഒരു രാശി വെപ്പിച്ച് നോക്കി. എങ്കി വണ്ടി വിട് മീനുക്കുട്ടി. എനിക്ക് ഈ ജ്യോതിഷത്തിലൊന്നും പണ്ടേ വിശ്വാസമില്ല, വെറും ഗുണ്ട്. സത്യം. അയാള് പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ജ്യോതിഷത്തിലുണ്ടായിരുന്ന വിശ്വാസം അങ്ങ് പോയി. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ കല്യാണം ഉടനെ നടക്കുമെന്ന്. അതേനെ, കയ്യിലുണ്ടായിരുന്ന കാശ് പോയത് മിച്ചം. അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു. അത് ഇതിനേക്കാൾ വലിയ പുപ്പുളു. അതെന്താ? പെണ്ണ് അതിസുന്ദരിയായിരിക്കും. മേലിപ്രിങ്ങാതി തേച്ച് തുളസിക്കതിൽ ചൂടിയ ഗ്രാമീണ സുന്ദരിയല്ല, യമണ്ടൻ ചരക്ക്, ഉരുപ്പടി, പീസ്. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. അത് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. അങ്ങോട്ടെന്റെ പട്ടി പോകും. പട്ടി ചെല്ലും. കാരണം പട്ടിക്ക് നിന്നേക്കാൾ വിവരമുണ്ട്. അത്താഴം കഴിഞ്ഞ അവന് കസർത്തെടുക്കാം, മസില് പെരിപ്പിക്കാൻ. വേസ്റ്റ് ജന്മം. നീ ഇങ്ങനെ ഇരുന്ന് പോളോടാ മോനെ. തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. ഈ പോക്കത്ര ശരിയല്ല. അത് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലണ്ട. അയ്യോ എന്റെ അമ്മച്ചിയെ, ഓടിവായേ ഓടിവായേ. അയ്യോ എന്റെ അമ്മച്ചിയോ. എന്നതാണോ എന്റെ അമ്മച്ചിയോ. താൻ എന്തിനോട് കിടന്ന് കാർന്നത്? അലച്ചു തല്ലി വീണത് ഞാൻ. മാനത്ത് നോക്കി മേക്കാന്ന് വണ്ടി ഓടിച്ചിട്ട് അയാൾ കിടന്ന് കാർന്നു. അയ്യോ, എനിക്ക് വയ്യായേ. എന്റെ പൊന്നു മീനാമച്ചി, ഇത് അത് തന്നെ. നമ്മൾ അങ്ങോട്ട് അന്വേഷിക്കുന്നില്ല, ഇങ്ങോട്ട് വന്ന് കേറുമെന്ന് പറഞ്ഞില്ലേ? കേറി. ഇത് എവിടെ നിന്ന് വന്ന് കേറിയടി വെച്ചേ നീ? നല്ല തങ്കം പോലൊരു പെണ്ണ്. നീ ആ കൈയൊന്നും കണ്ടു കിട്ടിക്കേ. നിന്റെ സ്റ്റാൻഡിങ് പോസ് ഞാനൊന്ന് കണ്ട. കൈ കൊടുക്കാറല്ലേ? നമുക്ക് ആ ചർലി കിടന്ന് നുറലാം. ദങ്ങനെ ദങ്ങനെ ദങ്ങനെ. 1 2 3. വട്ടത്തിലും നീളത്തിലും എതിലേ കൂടെ നോക്കിയാലും ഇവളെ മണ്ടൻ. ഇത് കവിതൈ. നിന്റെ പേരെന്നാടി കൊച്ചേ? തങ്കമണി. 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 തങ്കം പോലെ ഒരു പെണ്ണ് വന്ന് കേറും. ഇനി ഒന്നും നോക്കാനില്ല, ഇത് അത് തന്നെ. വാ പോ. എങ്ങോട്ട്? രജിസ്റ്റർ ഓഫീസിലേക്ക്. എന്തിന്? കല്യാണം കഴിക്കാൻ. നേരം പോണു പെണ്ണേ. എനിക്കൊന്നാമത് കെട്ടുപ്രായം കഴിഞ്ഞു. നീയും അത്ര ഇള്ളാ കുഞ്ഞൊന്നും അല്ലല്ലോ. ഇവളെന്താ ഇങ്ങനെ കെട്ടാമങ്കയായിട്ട് നിന്നുപോയി? ആമ്പറന്നോടൊക്കെ ഇടാപോണെന്ന് വിളിക്കുന്നു നിന്നെ. എന്നാലും നിന്നെ ഞാനൊന്നും ചെയ്യല. ബിക്കോസ് എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഒന്ന് ഫോൺ ചെയ്തോട്ടെ. തിരക്കില്ല? ഹലോ മീനു, ഇത് ഞാനാ, കൊച്ചു ബേബി. നമ്മൾ രാവിലെ പറഞ്ഞില്ലേ ആ ഉരുപ്പടി? അതിനെ കണ്ടു കേട്ടോ. തങ്കമണി. കിടില. എന്തേ? പക്ഷെ ആളൊരു ഇച്ചരെ മുറ്റ. അതൊക്കെ വളച്ചെടുത്തോ. പിന്നെ കാശ് കൊടുക്കടോ. ഏത് കാശ്? 2000 മുട്ടയുടെ കാശ് കൊടുക്കാൻ. 2000 മുട്ടയുടെ കാശ്? അത് ഏറിപ്പോയാലും 150 മുട്ട കാണും. ബാക്കി മുട്ട നിങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടോ. മോളെ തങ്കമണി, മോള് ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരും. പക്ഷേ ആളെ കൂട്ടിക്കൊണ്ടൊന്ന് ആക്കരുത്. ഞാൻ ചോദിച്ചാ ബേബിച്ചാൻ എന്തും തരുമോ? ഞാൻ അല്പം ചീപ്പാകാൻ തന്നെ തീരുമാനിച്ചു. ചോദിച്ചോ. ശരി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. ഇനി നിങ്ങൾ പോയിക്കോ. പോടാ വന്നി. എണ്ണൊന്നും വേണ്ട ബേബിച്ചായ, അതിന് തന്നെ. താങ്ക്സ്. നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണ്.
ബേബിച്ചായോ ഇത് എന്നാ പറ്റി? അതെ ഇതിന്റെ സ്പാർക്ക് പ്ലഗിന്റെ സുന പോയതാ. ദേ ഇരിക്കുന്നു സ്പാർക്ക് പ്ലഗിന്റെ സുന. ബേബിച്ചായോ ഈ തങ്കമണി ബേബിച്ചാനെ പറ്റി പെണ്ണല്ലോ. നീ അവളറിയോ? പിന്നെ അറിയൊന്നോ? കൊള്ള നല്ല കഥയായി. അവളെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഈ കാർഗിൽ നാരായൺ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടാളക്കാരൻ, മിലിറ്ററി ജവാൻ. അവൻ ജയിലിലല്ലേ ആ ചട്ടമ്പി? അവന്റെ പെങ്ങളെ മറ്റോ വന്നോടാ. ആ പെങ്ങളായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതവന്റെ മുറപ്പെണ്ണാണ് തങ്കമണി, മുറപ്പെണ്ണ്. ഓ അപ്പൊ കാർഗിൽ നാരായണന് കൈ കൊടുക്കേണ്ടി വരും. അതായിരുന്നെങ്കിൽ എന്ത് ഭേദം. ഇതേ ഇവൾക്ക് തന്നെ കൈ കൊടുക്കേണ്ടി വരും ബേബിച്ചായ ഈ തങ്കമണിക്ക്. ആ കഴിഞ്ഞ അവധിക്ക് വന്നപ്പോ ഈ നാരായണൻ തങ്കമണി ഒന്ന് കയറി പിടിച്ചു. എന്തിന്? ആണ് പെണ്ണിനെ കയറി പിടിക്കുന്നത് എന്തിനാണെന്ന്. ഞാൻ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ല എന്തിനാണെന്ന് ഇല്ലേ? നീ പറ. ഇവൾ അവനെ വെട്ടി ഓലക്കിരുത്ത് നെറുകന്തര കടിച്ച് അവന്റെ ബോധം പോയി പാവം. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മറ്റേ വകുപ്പിലൊരു കേസും കൊടുത്തു. ഏത് വകുപ്പില്? പീഡിപ്പിക്കൽ. പാവം നാരായണന് 4 കൊല്ലം തടവും. ഇവക്ക് തന്തയും തള്ളിയൊന്നുമില്ലേ? അപ്പനും അമ്മയൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ബസ് ആക്സിഡന്റാ. അതിന്റെ ഇൻഷുറൻസ് തുക 1 ലക്ഷം രൂപ ഇവളുടെ പേരിൽ ബാങ്കിലുണ്ട്. സത്യത്തിൽ നാരായണന്റെ നോട്ടോ ആ കാശ. ഇവളെന്താടാ ജാതി? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ പ്രമാണം. മനസ്സിലായി. അതുകൊണ്ടേ കുഴപ്പമില്ലാത്ത ജാതി അഡ്ജസ്റ്റ് ചെയ്യാം. ബേജായോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തങ്കമ്മന്റെ അടുത്ത് മറ്റു പരിപാടി നടക്കട്ടോ. ഇടാ അത് ഞാനവിടെ കെട്ടാൻ പോകില്ലേ? അപ്പൊ പിന്നെ നടക്കുമല്ലോ. നടന്നില്ലെങ്കിൽ അതിന്റെ ആന്തരിക വശങ്ങളായിട്ടുള്ള നിർത്ത്. രാഘവ മാഷ്ക്ക് എന്താ പറ്റിയത് മാഷക്കല്ല, മൂത്ത മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈപ്പച്ചന് ആധാരം തിരിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണിന്റെ കല്യാണം മുടങ്ങി. എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ. എങ്ങനെയുണ്ട് പക്ഷേ? അപകടഘട്ടം കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിലേക്ക് ദയ. നിങ്ങൾ എന്തിനാ വീടും പറമ്പും പണയം വെക്കാൻ പോയത്? അത് ഈപ്പന്റെ അടുത്ത്. ഇവനെ എഞ്ചിനീയറിംഗിന് വിടാൻ കുറച്ച് കാശ് വേണ്ടിയിരുന്നു. 4 ലക്ഷം. 3 പെൺമക്കളെ കെട്ടിച്ചു വിടാറുള്ള തന്ത സ്വാശ്രയ കോളേജിൽ കൈക്കൂലി കൊടുക്കാൻ വീടും പറമ്പും പണയം വെക്കുന്നു. പിന്നെ അത് വിട്ടാൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കടം കൊടുക്കും. കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് ഈപ്പൻ എന്താ ആധാരം തിരിച്ചു തരാത്തെ? ഒക്കെ തരാന്ന് പറഞ്ഞതാ, തന്നില്ല. ഈപ്പൻ എവിടെ ഉണ്ട്? ടൗണിൽ കാണും. ഇന്നവിടെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ഷൂട്ടിംഗാ. അല്ലയോ തോഴിമാരെ, പറഞ്ഞാലും ദേവസുന്ദരി, സ്വർഗലോകത്തെ ഇന്ദ്രസദസ്സിൽ പോലും കാണാൻ കഴിയാത്തതാണ് ഈ മനോഹര സ്വർണ്ണാഭരണ ശേഖരങ്ങൾ. ഇത് ഏത് രാജ്യം തോഴി? ഇതാണ് ദേവി, മലയിൽ ജ്വല്ലേഴ്സ്. മലയിൽ ജ്വല്ലേഴ്സോ? അതെന്താണ്? 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മലയിൽ ജുവലേഴ്സ്. പ്രൊപ്പറേറ്റർ ഈപ്പൻ മലയിൽ. കാലിത്ര പൊക്കിയാ മതിയാ സാറേ. സാറേ ഇങ്ങോട്ട് വന്നേ. നല്ല കൊള്ളാവുന്ന ചരക്കുകളൊന്നും കിട്ടിയില്ലേ തനിക്ക്? ഒന്നിനൊരു മൃഷിയില്ലല്ലോ. ഇനി അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വാ, ശരിയാക്കി തരാം ഞാൻ. ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും എന്താ കലക്കൊന്ന് പറഞ്ഞതാ. രാഘവമാഷിന്റെ ആധാര പിള്ളേരെ അറിയുന്നതിന് മുമ്പ് ബേബിച്ചും കൊണ്ടുപോയിക്കോ. അവന്മാരറിഞ്ഞ എനിക്ക് കോപ്പ. തന്തയുടെ പ്രായമുണ്ട് ഇയാളെ എങ്ങനെ കൈവയ്ക്കുക? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളുടെ ജീവിതം തെളിച്ചിട്ട് ഡൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുക. കുറച്ച് മുല്ലപ്പൂമാലോടെ വാങ്ങി തലേ വെക്കടോ. പതുക്കെ പറ. ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് കേൾക്കും. എനിക്ക് മുതലും വേണ്ട, പലിശ വേണ്ട, പോയിക്കോ. ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് കേട്ടാ തനിക്ക് നാണക്കേടല്ലേ? നാണക്കേടല്ലേടോ? നാണക്കേടല്ലേ? സൈലൻസ്. ഷൂട്ടിങ്ങിനോട് പെമ്പിള്ളേര് കേൾക്കും.
അടുത്ത ചാൻസ്. അങ്ങനെ ഒന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും. വേദന കടിച്ചു പിടിക്കായിരുന്നു ഞാൻ, നിന്നെയൊക്കെ നാണം കെടുത്താതിരിക്കാൻ. ചെകുത്താനാണവൻ, പീലിയുടെ കൊച്ചുമോൻ. കൊന്നു കളയടാ അവനെ. മാഷക്ക് ധൃതിയുണ്ടോ? ധൃതിയില്ല. എന്നാ ഒരു 5 മിനിറ്റ് ഞാനിതൊന്നങ്ങ് തീർത്തേച്ച് വന്നേക്കാം. പോടാ. എടാ നിന്നോട് പോകാനല്ലടാ പോത്തെ പറഞ്ഞത്. പോകാൻ പറഞ്ഞ